ഞങ്ങളുടെ നാട്ടിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ പൊന്മുടിയിലേക്ക് പോവാണ്. ഞാൻ യൂട്യൂബിൽ ഒരു വ്ളോഗ് ചെയ്തപ്പോൾ ഇതുവരെ പൊന്മുടിയെക്കുറിച്ചൊരു വ്ളോഗ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് വ്ളോഗാണ്. പൊന്മുടി നമ്മുടെ സ്വന്തം സ്ഥലമാണ്, പക്ഷേ ഇതുവരെ പൊന്മുടിയെക്കുറിച്ചൊരു വ്ളോഗ് ചെയ്തില്ല. ഇന്ന് ഞാനത് ചെയ്യാൻ ശ്രമിക്കുകയാണ്. The wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. നമ്മൾ പൊന്മുടി ബസ്സിന്റെ തൊട്ട് പുറകെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മുമ്പേ പോകുന്നത് പൊന്മുടി ബസ്സാണ്. Etching patterns, leaving its mark. The roots stretch deep. ഓക്കെ, സ്ട്രൈറ്റ് ആണ് പൊന്മുടി പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് പാലത്തിന്റെ പണി നടക്കുന്നതുകൊണ്ട് റൈറ്റ് ആയിരിക്കും. ഓക്കെ, ബസ് കാറൊക്കെ ഇതിലേ പോകുള്ളൂ, 2 വീലർ മാത്രമേ ഇതിലേ പോകുള്ളൂ കേട്ടോ. അപ്പം ഇവിടെയൊക്കെ നമ്മൾ കുളിച്ചുകൊണ്ടിരുന്ന സ്ഥലം ഇവിടെയൊക്കെ അടച്ചു. കണ്ടോ, ഇവിടെ ഒന്നും ഇപ്പൊ ഇറങ്ങാൻ പറ്റില്ല, അപകട മേഖലയാക്കി. ഇവിടെയൊക്കെ അടച്ചു. അപകടമായിട്ടുള്ള ബോർഡും വെച്ചു. ഇവിടെയൊക്കെ ഇറങ്ങി നമ്മൾ കുളിച്ചുകൊണ്ടിരുന്ന സ്ഥലം. നമ്മൾ അടുത്ത് ചെന്ന് കയറുന്നത് കല്ലാറാണ്. ഇതാണ് കല്ലാർ. ഇവിടുന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാല് മീൻമുട്ടി നമ്മളിപ്പോ കയറുന്നില്ല, കഴിഞ്ഞ നമ്മൾ കയറിയ സ്ഥലം കല്ലാർ ബ്രിഡ്ജ്. നമ്മൾ നടന്ന് മീൻമുട്ടി വാട്ടർഫോൾസ് 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. കല്ലാർ കഴിഞ്ഞ് ഇനി നമുക്ക് പോകേണ്ടത് ഗോൾഡൻ വാലിയിൽ അവിടെ നിന്നാണ് പാസ് എടുക്കേണ്ടത്. നമുക്ക് പൊന്മുടിക്ക് പാസ് ഉണ്ടോ ഇപ്പൊ? പൈസ കൊടുക്കണുണ്ട്. പാസ് നേരത്തെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നല്ലേ? ഇവിടെയൊക്കെ അടച്ചു. ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. Each echoing step on the forest floor opens a world through an ancient door. The silence alive, yet brimming with sound. In the arms of solitude അഡൽട്ടിന് 40 രൂപ ടിക്കറ്റ്, കുട്ടിക്ക് 20, വണ്ടിക്ക് 40 രൂപ. അങ്ങനെ 180 രൂപ ടിക്കറ്റ്. 4 മണി വരെ ഇവിടെ ടിക്കറ്റ് വഴി കയറ്റി വിടുള്ളൂ. 4 മണി കഴിഞ്ഞാൽ വണ്ടി ഇവിടെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും, പിന്നെ കയറ്റി വിടത്തില്ല. പിന്നെ PWയുടെ ഗസ്റ്റ് ഹൗസ് ബുക്കിംഗ് ഉള്ളവർക്ക് 8 മണി വരെ ഇവിടെ നിന്ന് കയറ്റി വിടും. പിന്നെ ബസ്സിൽ ടിക്കറ്റ് എടുത്ത് പോകുന്നവർക്ക് കയറി പോകാം പറ്റുമെന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ അവർക്ക് ടിക്കറ്റ് എടുക്കണമെന്നൊന്നും അറിയില്ല. ഓക്കെ, ബാക്കി നമുക്ക് ഇനി അങ്ങോട്ട് പോകും. 21 ഹെയർ പിന്നുകളുണ്ട് പൊന്മുടിയിലെത്താൻ. എല്ലാം നല്ല കൊടും ഹെയർ പിന്നുകളാണ്. മുമ്പ് നമ്മളിവിടെ ടിക്കറ്റ് ഒന്നും എടുക്കാതെ കയറിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. നമ്മൾ ഇവിടെ നിന്ന് വലിയ ദൂരത്തൊന്നുമല്ല. ഞാൻ ഇവിടെ വിതര സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് പൊന്മുടിയിലേക്ക് വരാൻ തോന്നുമ്പോൾ വരും. ഇവിടെ ഈ ഗോൾഡൻ വാലി, ഇപ്പോൾ ചെക്ക് പോയിന്റ് ഉള്ള സ്ഥലത്തിൻ്റെ പേര് ഗോൾഡൻ വാലി എന്നാണ്. ഈ ഗോൾഡൻ വാലിയിലൊന്നും വന്ന ആൾക്കാരൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇറങ്ങി കുളിക്കാനും ഒക്കെ വരുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നിയന്ത്രണമായി നമുക്കൊന്നും വരാൻ കഴിയില്ല. പ്രദേശവാസികൾക്ക് പോലും കടന്നു കയറാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ ഹെയർ പിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് 1ാമത്തെ ഹെയർ പിന്നാണ്. ഇതുപോലുള്ള 21 ഹെയർ പിന്നുകളാണ് നമുക്ക് കടന്നു കയറാനുള്ളത്. വരുന്ന വഴിക്ക് ആനയൊക്കെ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ഇറങ്ങി നിൽക്കാൻ സാധ്യത ഉണ്ട് എന്ന് ഞാനിതുവരെ കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. 4ാമത്തെ ഹെയർ പിൻ നമ്മളിപ്പോൾ കയറിയത്. 22 ഹെയർ പിന്നുകളാണുള്ളത്. 21 അല്ല, 22 ഹെയർ പിന്നുകൾ.
11ാമത്തെ ഹെയർ പിന്നാണ്. ഇനിയും ഉണ്ട് ബാക്കിയുള്ള 22 ഹെയർ പിന്നുകളിൽ 11ാമത്തെ ഹെയർ പിന്നാണ് നമ്മളിപ്പോൾ കയറിയത്. അങ്ങനെ ഇത്തവണ വന്നപ്പോൾ പൊന്മുടി കയറാൻ പറ്റും. രണ്ട് ചായ. കഴിക്കാൻ തോണം എന്നമ്മ? എന്റെ തൊലി കടി ഇത് വണ്ടി മോനും കൂടെ അവൻ എന്തിനടി വെയിറ്റ് ചെയ്യണ? അയ്യോ പൊളി മഴയായി. അവിടെ നിർത്തിയിട്ട് വെച്ചിരുന്നാൽ അത് മഴ കുറയുമ്പോൾ നമുക്ക് ഇറങ്ങാം. സൂപ്പർ 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 പരസ്പരം കാണാൻ പറ്റാത്ത മഞ്ഞാണ്. അപ്പൊ ഇനിയിപ്പോ മഞ്ഞങ്ങ് മാറും മഴ പെയ്തുകൊണ്ട്. എന്നാലും ഈ ക്ലൈമറ്റ് ഈസ് വെരി അല്ലേ? മഞ്ഞങ്ങ് പോയല്ലേ? മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം മഞ്ഞൊക്കെ പോയല്ലോ. പൊളി മഞ്ഞാണ്. മഴ മാറിയപ്പോൾ നമ്മൾ പുറത്ത് Maruthavala. ആടുന്നുണ്ട് നമ്മള് നല്ല ശക്തമായ കാറ്റ് ഇടക്കിടക്ക് കുത്തി കുത്തി വരും. അപ്പൊ നമ്മളിങ്ങനെ ആടും. സോ
അതെ, പാമ പറഞ്ഞാൽ ശരിക്കും സ്കൈ. ഇത് ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമായ പൊന്മുടി. വെയിറ്റില്ലാത്ത ആൾക്കാരാണെങ്കിൽ സൂക്ഷിച്ച് നടക്കണം. നല്ല കാറ്റായിട്ടുണ്ട്. ഇവിടെ വരെ നടന്ന് കയറി. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു പൊന്മുടി. ഞങ്ങൾ വന്നപ്പോൾ ചെറിയ മഴയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മഴയൊക്കെ മാറി നല്ല മഞ്ഞ്, അടിപൊളി, നല്ല തണുപ്പ്. നമ്മുടെ കണ്ണിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ മഴത്തുള്ളി പോലെ നിൽക്കുന്നു. കാരണം മഞ്ഞാണത്. മഞ്ഞ് ഇപ്പോഴും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഞങ്ങൾ പൊന്മുടി മുട്ടക്കുന്നിലാണുള്ളത്. മുടിയൊക്കെ കിടന്ന് ആടുന്നുണ്ട്. എൻ്റെ മുടിയൊക്കെ ഒരു കോലായി. അടിപൊളി. എപ്പോഴും നമ്മൾ പൊന്മുടിയിൽ വരുമ്പോൾ വ്യത്യസ്തമായ ക്ലൈമറ്റുകളാണ് കിട്ടുന്നത്. അത് ഇത്തവണയും അങ്ങനെ തന്നെ കിട്ടി. ഓരോ തവണയും പൊന്മുടിക്കൊരു പ്രത്യേക ഭംഗിയാണ്. അത് ഇത്തവണയും നമുക്കത് ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൻ്റെ അഭിമാനം തന്നെയാണ് പൊന്മുടി. കാരണം നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലം. പിന്നെ കുറച്ച് ചാർജൊക്കെ ഉണ്ട്, എന്നാലും അത് നമ്മൾ പേ ചെയ്യാൻ തയ്യാറാണ്. കുറച്ച് ഫെസിലിറ്റീസൊക്കെ അവർ ചെയ്തിട്ടുണ്ട്, ടൂറിസ്റ്റ് ഫെസിലിറ്റീസൊക്കെ. എനിവേ ഗുഡ്, അടിപൊളി. 1 ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. രാവിലെ 9 മണിക്കൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ കല്ലാറ്റിലൊക്കെ ഇറങ്ങി മിൻമുട്ടിയിലൊക്കെ പോയി, പിന്നെ അവിടെ കുറച്ച് സ്ഥലങ്ങൾ ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷം 4 മണിക്ക് മുമ്പ് പൊന്മുടിയിൽ എത്തണം. അത് 2 മണിക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെയിലും, അതാണ് പറഞ്ഞത്, ഓരോ തവണയും പൊന്മുടിക്ക് ഓരോ ഭംഗിയാണ്, നമുക്കത് കാണാൻ കഴിയും. Ready, 1, 2, 3, start. നമ്മളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം അവിടെ. വീട്ടിക്ക് ബസ്സിലാണോ വരുന്നത്? വരല് ബസ്സിൽ പോവല് വണ്ടിയില്ല, നമുക്ക് സമയത്ത് പോരാ. കാലത്ത് 8 മണി വണ്ടി തിരുവനന്തപുരത്തുണ്ട്.